ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ. ഇന്നത്തെ നിങ്ങൾ തമിഴിലേക്കാണെങ്കിൽ ഒരു വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഒരു കിഡിലായിട്ടാണ് ഞങ്ങൾക്ക് NFT കണ്ടത്. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ആ വണ്ടിയുടെ എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് വർക്കും DRL എല്ലാം ചെയ്തു അതിൻ്റെ ഒരു കൊച്ചൊരു വീഡിയോ ആണ്. ഇപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നീണ്ടാര ഉണ്ടാവും, റോഡ് പണിയൊക്കെ നടന്ന് ഷോകമായിട്ടിരിക്കും. അപ്പോൾ നീണ്ടാരയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് എണ്ണയും കൂടെ അടിച്ചിട്ട് നേരെ അങ്ങോട്ട് നമുക്ക് തെറി. ഗായ്സ്, എന്തായാലും നമുക്ക് ബ്രോനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ ബ്രോ, ഞാൻ ഇറങ്ങിയാട്ടാ. ഇറങ്ങിയാ? ഞാനിവിടെ കല്ലുന്താരത്തുണ്ട്. ഞാൻ നീണ്ടാര പാലം. കൊല്ല എവിടെ? കുറച്ചാളും കൂടെ കഴിഞ്ഞ് ഈ സ്ഥലമൊന്നും കാണാൻ പോലും പറ്റത്തില്ല. കണ്ട, ഇതാണ് നീണ്ടാര ഹാർബർ. ബോട്ടൊക്കെ തുറന്നതിൻ്റെ ഭയങ്കര തിരക്കൊക്കെയാണ്. നമുക്കെന്തായാലും പമ്പപ്പുറത്ത് തന്നെ പെട്രോളും കഴിച്ചിട്ട് നേരെ ഒരു വെടിയിലാണ് വിടാം. റോഡൊക്കെ കണ്ട ഭയങ്കര തിരക്ക്. ഗൈസ്, അങ്ങനെ പമ്പ് എത്തിയിട്ടുണ്ട്. പെട്രോൾ ഇവിടുത്തെ തിരക്കാണല്ലോ. എന്തെങ്കിലും പമ്പിലേക്ക് $100. ഗൈസ്, അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ സ്ട്രെച്ച് അങ്ങോട്ട് നേരെ തെറിക്കും. ഓടി നിൽക്കാൻ നല്ല തിരക്കുണ്ട്. മൈക്കില്ലാത്തതുകൊണ്ട് നിങ്ങൾ എങ്ങനെ കേൾക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. ഭയങ്കര വിന്നോയ്സൊക്കെ ആയിരിക്കും. നമ്മളെന്തായാലും ഉടനെ മൈക്കും കൂടെ ഒക്കെ സെറ്റാക്കി പവറാക്കി തരാം. കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല സ്പീഡോമീറ്റർ വർക്കാകത്തില്ല. അതൊന്ന് സെറ്റാകണം. ഞാൻ ഡ്യൂക്കിൻ്റെ അലോയ് ഇടുന്നുണ്ടായി പിന്നെ സ്പീഡോമീറ്റർ ഒന്നും നോക്കാത്ത. പക്ഷേ എന്തായാലും ഉടനെ ഡ്യൂക്കിൻ്റെ അലോയ് സെറ്റാക്കണം. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വെറുതെ 500-600 അടുപ്പിച്ച് വിലയുണ്ട് എല്ലാ സെറ്റും കൂടെ ആകുമ്പോൾ. ചുമ്മാ മാറണ്ടെന്ന് വിചാരിച്ചാൽ മാറാത്ത. ഈ ഡ്യൂക്കിൻ്റെ അലോയ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡ്യൂക്ക് 200PS3യുടെ സ്പീഡോമീറ്ററിൽ ഇടാൻ പറ്റില്ല. NSൻ്റെ സ്റ്റോക്ക് സാധനം ഷൂട്ടാകത്തില്ല. അതുകൊണ്ടാണ് പിന്നെ മാറാത്ത. നമുക്കിനി എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് തെറിക്കാം. ഗൈസ്, നമ്മൾ സ്ഥലത്ത് എത്തില്ല. നമുക്ക് ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ബ്രോടാ, എത്താറായി? ഞാൻ KSRTCയുടെ അവിടെ പോകണ്ട. ഞാൻ എവിടെ വെക്കണം? ഞാൻ ആശ്രാമ തുടക്കം അറിയോ? അവിടെ വന്നില്ല. ഏതെവിടെ? അങ്ങോട്ട് വരാം. ഗൈസ്, നമുക്ക് പാർക്കിൻ്റെ അടുത്തോട്ട് തെറിക്കാം. റോഡിൻ്റെയൊക്കെ അവസ്ഥ നോക്കി അടിപൊളി. ഈ റോഡിൽ കൂടെ 10 ഓട്ടോ ഓടിച്ചാൽ കണ്ടല്ലായി. ഓരോ സാധനം വാങ്ങുന്ന വീഡിയോസ് ഒക്കെ ഇടാം. അതല്ല ഓടി ഒന്നുമല്ല റോഡിൽ, അവിടെ ഒരു കുഴിയുണ്ട്. അങ്ങനെ ആശ്രാമ മൈതാനം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്.
നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ഓഫ് അടിച്ച് നോക്കാം. റോഡാണ് എൻ്റെ അകത്ത് അത് തന്നെ. ആ റോഡിന് നേരെയാ ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഗായ്സ് അമ്മ ബ്രോ അങ്ങനെ എത്തിയിട്ടുണ്ട്. ആണ് വണ്ടിയുടെ സൗണ്ട് കേൾക്കാം. നൈസായിട്ട് പണിഞ്ഞ വണ്ടി. ഇത് കാണല്ലോ. ആ നമുക്കത് അങ്ങോട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ടിലോട്ട് എത്തിയതാ. ആ ഡ്യൂക്കിൻ്റെ സൈലൻസറൊക്കെ ഉണ്ടോ നൈസ്. ഫുള്ളല്ലേ പ്രോ ഡിസ്ക് വെച്ചേക്കുന്നത്? ഫുള്ളല്ലേ? ബ്രോ എത്ര ആളായി പണിഞ്ഞിറക്കിയിട്ട്? ഇപ്പോൾ ഒരു 2 ആഴ്ച കാണും. നൈസായിട്ടുണ്ട്, നല്ല തിളക്കമുണ്ട്. നമുക്ക് ഇതാണ് ഇന്ന് കിട്ടിയ വണ്ടി. നമ്മൾ ഫുള്ള് കസ്റ്റം ചെയ്ത. ഇപ്പം എവിടുന്നാ ബ്രോ ചെയ്ത കസ്റ്റം? എങ്ങനെയുണ്ട് വണ്ടി? എങ്ങനെയുണ്ട് കസ്റ്റം ചെയ്ത്? ഗിയറിൻ്റെ ഒരു വർക്കിൻ്റെ എല്ലാം പറയാനുണ്ടോ? വണ്ടി അടിപൊളി, അവര് നല്ലപോലെ തന്നെ ഇത് ചെയ്ത് തന്നേക്കുന്നു. ആ പിന്നെ ഇത് നമുക്ക് പണിഞ്ഞിറങ്ങിയില്ലേ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ? ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രോ വണ്ടി പെയിന്റിങ്ങും ഗ്രാഫിക്സും കൂടെ എത്രയെന്ന് എല്ലാവരും ചോദിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ പറയാത്തൊരു സാധനം ചെയ്തിട്ടുണ്ടല്ലേ, എന്ത് PPF ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ടാങ്കിനകത്ത് PPF ചെയ്തിട്ടുണ്ട്. ടാങ്കി മാത്രത്തെ സൈഡ് മാത്രം PPF ചെയ്തിട്ടുണ്ട്. ബ്രോ പിന്നെ ഇത് എത്ര മോഡൽ വണ്ടിയാണ് വരുന്നത്? ഇത് 2020 മോഡൽ വണ്ടി. ഏത് ഡ്യുവൽ ABS 6 മോഡലാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ ഉണ്ടോ പിക്സൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ, ഒരു വെറൈറ്റി രീതി പിക്സലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രോയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എല്ലാം പറയാനുണ്ടോ വണ്ടിയെക്കുറിച്ചെല്ലാം? എങ്ങനെയുണ്ട് വണ്ടി? NS വണ്ടി എത്ര ആളാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഫ്രഷ് എടുത്ത വണ്ടിയാണോ? ആണോ? ഒരു 4 കൊല്ലം അടുപ്പിച്ചായി. എന്തെങ്കിലും NSനെ കുറിച്ച് വല്ല പ്രത്യേകത, പവർ ഇല്ലായ്മ വല്ല? പവർ ഇല്ലായ്മ അങ്ങനൊന്നുമില്ല. ഇത് പിന്നെ നമ്മളെ പോലുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ്. എന്ത് പറ്റി? മൈലേജ് ആണ്. ഇപ്പൊ V4 V3 എല്ലാം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാലും ഇപ്പൊ അഥവാ ഇപ്പൊ എവിടെ ചെറുതായിട്ടൊന്ന് വീണെന്ന് പറഞ്ഞാൽ ഇതിന്റെ പാർട്സ് ഒന്നും വലിയ വിലയില്ല. അത് ബജാജിന്റെ നല്ലൊരു കാര്യം. എനിക്ക് എന്റെ വണ്ടി NS തന്നെ. അപ്പം എനിക്ക് പാർട്സിന് ഈ ഒരു സാധനത്തിന് വരെ 240 രൂപ അത്ര ഒരു ചീപ്പ് റേറ്റ് ഒക്കെ വരുന്നു. പക്ഷെ ബാക്കിയുള്ള വണ്ടിയൊക്കെ ചെറുതായിട്ട് എവിടെയെങ്കിലും പോയി വീണ് കഴിഞ്ഞാൽ എന്റെ കിറ്റ് ഉൾപ്പെടെ മാറാൻ തന്നെ ഒരു 10,000-20,000 രൂപ. ബ്രോയ്ക്ക് ഇപ്പൊ ഈ വണ്ടിയിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയ എന്ത് സാധനം? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിന്റിങ് റാപ്പിംഗ്. റാപ്പ് ആരാ ചെയ്തത്? ഏത് ഡിസൈൻ വർക്ക് ചെയ്തേക്കുന്നത്? ഡിസൈൻ വർക്ക് ചെയ്തേക്കുന്നത് പിക്സൽ എന്ന് പറഞ്ഞൊരു ബ്രോ. അത് മറ്റേ ഗീറോന്റെ ബ്രോ. വണ്ടി ഇറങ്ങാൻ എത്ര നാളെടുത്ത്? വണ്ടി ഇറങ്ങാൻ ഏകദേശം ഒരു 1.5 മാസം അടുപ്പിച്ചായി. എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഇല്ലാത്ത ഒരു ഫീല്? വണ്ടി ഇല്ലാത്തെന്ന് വെച്ചാൽ ബസ്സിൽ പോകുന്നത് വരുന്നത്, പിന്നെ അവസാനം മടുത്ത്. വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നത്, അതുകൊണ്ട് വണ്ടി ഇല്ലാതെ പറ്റത്തില്ല. ഇപ്പം ജോലിക്ക് ഫണ്ട് മൊത്തം ഇതിൻ്റെ അകത്ത് ഇറക്കിയേക്കുമല്ലേ? ജോലിക്ക് ഫണ്ട് ഒരു 15,000 ഇതിനകത്ത് ഇറക്കിയേക്കും. പെണ്ണിനെ ഒരുക്കി കൊണ്ട് നടക്കുന്ന ഞാനും അതൊക്കെ തന്നെ കേട്ടോ. വണ്ടി സ്നേഹിക്കുന്ന ആരും ഇതൊക്കെ തന്നെ ചെയ്യുന്ന. പിന്നെ കേട്ടോ നൈസായിട്ടുണ്ടോ, നല്ല കിണ്ണം കഴിച്ചിട്ട് നേരിട്ട് എന്തായാലും തിളങ്ങും. ഇപ്പോൾ വെയിലത്ത് നമ്മളെടുത്ത് വെക്കാത്തതാണ്, അതിൽ നല്ല തിളക്കമൊക്കെ ഉണ്ട്. പിന്നെ അതാ 250 സൈലൻസ് വെച്ചിട്ടുണ്ട്. ഇത് എത്ര ബ്രോ എടുത്തപ്പോൾ? ഇത് എടുത്തപ്പം ഇത് ഞാനല്ല എടുത്തത്, ഇത് ഫുള്ള് എടുത്തത് ഗീറോണ് എടുത്തത്. ഇത് എടുത്തത് 3 രൂപ കണ്ടായെന്ന് തോന്നുന്നു. ഇത് ബെൻഡ് വെച്ച് ചെയ്തേക്കും, ചൂട് കാണും. ഇപ്പം ബെൻഡ് വെച്ച് ഇപ്പം ഓടി വന്നിട്ടാണ്. ഇപ്പം എത്ര കിലോമീറ്റർ ഇപ്പോൾ വന്നിട്ടുണ്ട്? വലിയ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി ഫുള്ള് 43 ഓടിയിട്ടുണ്ട്. ലോങ് എവിടെ വരെ പോയി? ലോങ് ഇവിടുന്ന് കോട്ടയം പാലക്കാട് അത്രയും പോയിട്ടുണ്ടല്ലേ? ലോങ് ഓടിച്ചിട്ട് എങ്ങനെ ഉണ്ട്? ലോങ് ഓടിക്കുമ്പോൾ കിട്ടില്ല. ലോങ് ഓടിക്കുമ്പോൾ അധികം നടുവേദന ഉണ്ടോ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു, കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് എടുത്തത്. അതുകൊണ്ട് എനിക്ക് എങ്ങനെ അല്ല, ഒറ്റ സ്ട്രെച്ച് ചെയ്ത് ഓട്ടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ട്? ഒറ്റ സ്ട്രെച്ച് കുഴപ്പമൊന്നുമില്ല, ഒരു സീനൊന്നും ഇല്ല. പക്ഷേ ഞാൻ പറയാല്ല, എനിക്ക് നല്ല നടുവേദന എടുത്തിട്ടുണ്ട്. ഞാൻ 3 വരെ ഹാൻഡിൽ വെച്ച സമയത്ത് എനിക്ക് നല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഏത് ക്ലിപ്പാണോ ഡബിൾ വെച്ച സമയത്ത് എനിക്ക് ഒരുമാതിരി നോട്ടി. പക്ഷെ എനിക്ക് ഞാൻ ഇതുവരെ ക്ലിപ്പാണോ എൻ്റെ വണ്ടി വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫീലില്ല. ഞാൻ എടുത്ത് കൊണ്ടുവന്നൊരു 2 മണിക്കൂറിനുള്ളിൽ വണ്ടിയുടെ ഹാൻഡിൽ മാറി. ഞാൻ മേടിച്ച് വെച്ചിട്ടാണ് വണ്ടി പോയി എടുത്തത് തന്നെ. അങ്ങനെ എനിക്ക് ആ വലിയ സീനൊന്നും ഇല്ല. പിന്നെ നൈസായിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതാ ഒരു ധൂമ് കയറ്റുണ്ട്. ഇപ്പോൾ NSൻ്റെ അകത്ത് കണ്ടോ ഡൊമിനാറിൻ്റെ ധൂമ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പിക്സൽ കയറ്റും. പിക്സൽ ഇപ്പോൾ ചെയ്തതല്ലേ? പിക്സൽ ഇപ്പോൾ ചെയ്ത ധൂമ് ഞാൻ നേരത്തെ ചെയ്തിട്ടിരുന്നു. ധൂമ് മുമ്പേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാണ്ട് 250 മൽഗാർഡ്.
250 ആതാണ്ട NS-ന്റെ സ്റ്റോക്ക് നൽകാൻ്റെ അകത്ത് 250 കട്ട് ചെയ്ത് വെച്ചു. അതുകൊണ്ട് പിന്നെ ചെളി അടിക്കുന്ന ഇഷ്യൂ ഒന്നും എനിക്ക് പിന്നെ നമുക്ക് ഇച്ചിരി കൂടെ മോഡലാക്കണമെന്നുണ്ടെങ്കിൽ ആ ലട്ടം കഴിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അതിന് കളഞ്ഞു. പക്ഷെ ചെളി അടിക്കും. ചെളി അതുകൊണ്ട് ചെളി അടിക്കാതെ കേട്ടോ വണ്ടി ഇരിക്കുന്നുണ്ടോ കിഡുമായിട്ട് നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ എഞ്ചി സൈഡ് പെയിന്റ് ചെയ്തായിരുന്നു. എഞ്ചി സൈഡ് അങ്ങനെ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല. റോളോടെ ചെയിനാണ് റോളോടെ ചെയിനാണ് ഇട്ടേക്കുന്നത്. 3 ഈ ചെയിൻ ഇട്ടിട്ടോ എത്ര കിലോമീറ്റർ ഓടി? മാറിയിട്ട് ഒരു 20 അടുപ്പിച്ച് ഓടിക്കാണ്. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും കുഴപ്പമുണ്ട്. കുഴപ്പം വരുമ്പോൾ ഇച്ചിരി കൂടെ മുറുക്കി ചെയ്ത് ടൈറ്റ് ഇതെന്തായാലും മാറാറായി. ഇനി ഫുള്ള് ഇല്ല, ഇനി ടൈറ്റ് ചെയ്യാനില്ലല്ലോ. ഇനി ആണ്ട ഫുള്ളായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളു. ഒരു 100 കിലോമീറ്റർ 100. അപ്പം ഉടനെ അടുത്ത ഫണ്ട് വെട്ടാറായിട്ടുണ്ട്. ഇനി റോളോ ഇത് തന്നെ ഇടത്തോളൂ. പിന്നെ ബാക്ക് കണ്ടോ ഒരു ഫുള്ള് പ്രോഡിസ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫുള്ള് കൊടുക്കുന്നതിന് സീനുണ്ടോ? തോനെ ടീംസ് പറയുന്ന കാറ്റ് പിടിക്കുന്നൊക്കെ. കാറ്റ് പിടിക്കുന്ന സീനൊന്നും ഇല്ലല്ലേ? പക്ഷേ ഞാൻ തിരക്കിയപ്പോ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ എന്റെ വണ്ടിയിൽ ഹാഫ് ഇട്ടേക്കുന്നത്. കാറ്റ് പിന്നെന്ത് ഞങ്ങളെ വീട്ടിൽ ഒരു പട്ടി കിടപ്പുണ്ട്. ഇതെന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ മഴ വെള്ളം എന്തെങ്കിലും വീഴുന്ന സമയത്ത് ഇത് വന്ന് അതിൽ കടിക്കും. അങ്ങനെ കടിച്ചാണ് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ഞാൻ മാറ്റുന്നത്. ഡിസ്ക് മറ്റേ പ്രോ ഡിസ്ക് മാറ്റുന്നത്. ഫ്രണ്ടിലും വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. ഫ്രണ്ടി അതായത് ഈ വണ്ടി പണിഞ്ഞ് ഇറങ്ങുന്നത് ഇത് ബ്ലാക്ക് ആയിരുന്നു. ബ്ലാക്കിനകത്ത് മറ്റേ സ്മോൾ സൈസ് ആയിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ അത് മാറ്റുന്നത്. പറയാൻ ബ്രോ സ്ഥലം എവിടെ? ഇവിടെ കരിക്കോട്. കൊല്ലം 02. പക്ഷെ എന്റെ എല്ലാരും ചോദിക്കും 24 എന്തോന്ന്. എന്റെ കൊട്ടാരക്കാരെ എടുത്ത് ഞാൻ സെക്കൻഡ് എടുത്ത വണ്ടി. അതുകൊണ്ട് കൊട്ടാരക്കാരാണ്. കരുനാപ്പള്ളിന്ന് എടുത്ത. ഇത് ബാക്കിലൊന്നും പിക്സലൊന്നും ചെയ്തിട്ടില്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് അല്ലായിരുന്നു. അങ്ങനെ ബാക്കി പിക്സലും ചെയ്യുമ്പോൾ ഡ്യൂക്കിന്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ട് 250 dB കട്ട് ചെയ്തിട്ടില്ലല്ലേ? ഞാൻ ഒരു ബ്രോ ഉണ്ടാ DB കട്ട് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ. അത് തന്നെ എന്നുവെച്ചാൽ കട്ട് ചെയ്തിട്ട് അത് സ്ക്രൂ ചെയ്യാൻ പറ്റും. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം സ്റ്റോക്ക് എന്നാ അല്ലേ? ഇതിനങ്ങനെ ഉണ്ട് സാധനം. നമുക്കൊന്ന് സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. ന്യൂട്രാണോ ബ്രോ? ന്യൂട്രല്ലേ? ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലേ? ഫ്യൂൽ ഇഞ്ചക്ഷൻ ഓൺ ആയിട്ടുണ്ട്. കറക്റ്റ് ഒരു ഡ്യൂക്കിന്റെ സൗണ്ട്. ഡ്യൂക്കിൽ ഐഡിൽ നിൽക്കുന്നിടക്ക് തന്നെ 250 അതേതാ? എഞ്ചിനും കൂടി വെച്ച് സൈലന്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് 250 സൗണ്ട് തന്നെ. ഭയങ്കര വ്യത്യാസമുണ്ട്. നമുക്ക് ഓഫ് ചെയ്തേക്കാം, നോയ്സ് ആയിരിക്കും. പിന്നെ ബ്രോയ്ക്ക് എന്താ പറയാനുള്ള? ആണല്ലേ? പിന്നെ എടുത്തപ്പോ എത്ര ആയിരുന്നു? EMI ആയിരുന്നു? ക്ലോസ് ആയിട്ടുണ്ടോ? എത്ര ആളായി വണ്ടി എടുത്തിട്ട്? ഇപ്പൊ 4 കൊല്ലം കഴിയാറ്. 2020 എടുത്ത വണ്ടി. ഇപ്പൊ 2020 എത്ര നാൾ EMI ഇട്ട്? അതോ പകുതി വെച്ച് അടച്ചാൽ ക്ലോസ് ചെയ്താ? ഇല്ല, 3 കൊല്ലത്തേക്ക് EMI ഇട്ട്. 3 കൊല്ലത്തേക്ക്. ഇപ്പം വണ്ടി എടുത്തപ്പം NS എടുക്കാൻ കാര്യം എന്ത്? നമ്മളെ കൂട്ടുകാർക്കെല്ലാം RS-ഉം RC-യും എല്ലാം. ഡ്യൂക്കിലേക്കൊന്നും പോകാൻ? ഡ്യൂക്കിലൊന്നും പോകാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഞങ്ങൾ ഊട്ടിക്കുന്നു, സ്ഥിരമായിട്ട് ഊട്ടിക്കുന്ന വണ്ടി അതൊക്കെ. NS അല്ലേ? പക്ഷെ NS-ന്റെ ഒരു പേരുണ്ടായിരുന്നു, കോളനി വണ്ടി. ഞാൻ എന്റെ NS എടുത്തപ്പം കോളനി വണ്ടി എന്നായിരുന്നല്ലേ? ഇപ്പോഴും കമന്റ് വീഴുന്നുണ്ട്. ഈ ലൈറ്റ് ആണെങ്കിൽ ഇത് മറ്റേ ഇറങ്ങിയ സമയത്ത് പച്ച നീലെല്ലാം ആക്കി ഇട്ടിരുന്നു. ഏത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മറ്റേ റിവ്യൂ എടുക്കുന്ന സമയത്ത് ഇത് പച്ച നീല ഒരു ഡിസൈൻ ആക്കി ഇട്ടിരുന്നായിരുന്നു. അപ്പൊ എല്ലാരും ഇറങ്ങുന്ന സമയത്ത് കോളനി ആക്കി, ഹെഡ് കോളനി ആക്കി. ഏത് ഗിയറോണിന്നോ? ഗിയറോണിന്ന് ഇറക്കുന്ന സമയത്ത് എല്ലാരും പറഞ്ഞോണ്ടിരുന്ന മറ്റേ ഇടയ്ക്കിടയ്ക്ക് കമന്റ് വീഴും. ഇത് വണ്ടി കോളനി ആക്കി ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ട് ഇതായിരുന്നു. പക്ഷെ എന്റെ വണ്ടിയിലും പിക്സൽ ചെയ്തപ്പം പറഞ്ഞ ഫ്ലോട്ട് അതാണ് ഞാൻ ഒന്നാമത്തെ ഫ്രണ്ടിലത്തെ വലിച്ച് ഇളക്കി കളഞ്ഞ കാര്യം. പിന്നെ ഒറ്റ കളർ ആക്കിയിട്ട സമയത്ത് പിന്നെ വരുന്നവരും പോകുന്നവരും എല്ലാം ചോദിച്ചിട്ട്. വീട്ടുകാരെ എക്സ്പ്രഷൻ എങ്ങനെയുണ്ട്? വീട്ടുകാർ ചോദിക്കുന്ന വെച്ചാൽ നിന്റെ ജീവിതം ഫുള്ള് ഇത് തീരുമാണെന്ന്. എനിക്ക് വേറെ പണിയില്ലയോ എന്നോട് ചോദിക്കുന്നത്. വേറൊരു പണിയില്ലടാ, ഈ പൈസ ഉണ്ടെങ്കിൽ ഒരു കാർ എടുത്തൂടെ? എന്റെ അടുത്തും അതേ സെയിം ഡയലോഗ്. ഇതുമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. പെമ്പിളാരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ സ്കൂളിന്റെ പരിസരത്തോ അല്ല ട്യൂഷന്റെ അടുത്തോ എല്ലാം കൊണ്ട് വെച്ചിട്ട് വേണം. ഞാൻ ചിലപ്പോൾ കടലോട്ടെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോൾ അതിനകത്തിരുന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. ഫോട്ടോ എടുക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റൈഡി അടിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റൈഡി അടിച്ചിട്ടില്ല. അടിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റൈഡി അടിച്ച് ഒരു തവണ ഞാൻ വണ്ടി മറ്റേ ബസ് സ്റ്റാൻഡ് അടുത്തൊന്ന് വെച്ചിട്ട് തിരിച്ചു വന്നപ്പം മാമാര് ഇൻസ്റ്റൈഡി നോക്കി വെച്ച് എന്തൊക്കെയോ നോക്കുന്നതാണ്. അതുകൊണ്ട് ഈ ആയിട്ട് ഇൻസ്റ്റൈഡി ഒന്നും വെച്ചിട്ടില്ലല്ലേ? ഇൻസ്റ്റൈഡി വെക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഈ വണ്ടി കാണുമ്പോ തന്നെ ഞാൻ ബ്രോയുടെ അക്കൗണ്ട് എന്തായാലും താഴെ ടാഗ് ചെയ്തേക്കാം. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ
നമുക്ക് അക്കൗണ്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. എന്താ ഇപ്പം നമ്മൾ ഗിയർ ഓൺ ചെയ്തത് ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ, ഗിയർ ഓൺ ചെയ്തേക്കുന്ന വർക്ക് പിന്നെ പറയാനില്ല, ഒരു നെഗറ്റീവ് ഒന്നുമായിട്ട് വരത്തില്ല. ഇപ്പം ഗിയർ ഓണിൻ്റെ ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ നൈസ് ബാക്കിലോട്ട് വരുമ്പോഴത്തേന് പോർ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റാൻഡിൽ ഇത് ഊരാത്ത എന്താ ടൂറോ എല്ലാരും സാധാരണ ചെളിയുടെ ഇത് വെക്കുന്ന ഇഷ്ടമല്ല. ഞാനും വെച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഈ ഒരു വണ്ടിയുള്ളൂ ജോലിക്ക് പോകാൻ എവിടെ പോകാനും. അതുകൊണ്ടാണ് ഞാൻ സൈലൻസർ ഒന്നും കയറും. പക്ഷെ ഇത് കയറ്റണമെന്ന് ആഗ്രഹം. എന്തായാലും ഉടനെ ഇത് സെറ്റ് ആകും. പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് വലിയ ഇതില്ല. നമ്മളെ സ്റ്റോക്കിൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് കാണിക്കത്തില്ലേ, സ്റ്റോക്കിൻ്റെ അകത്ത് തന്നെ സ്റ്റോക്ക് കണക്ക് തന്നെ പണിഞ്ഞെടുക്കാൻ. അപ്പം നമുക്ക് സൗണ്ട് വേണമെങ്കിൽ ഇതങ്ങ് ഊരി മാറ്റി കഴിഞ്ഞാൽ നല്ല സൗണ്ടും ആയിരിക്കും. അതാണ് ഇങ്ങനെ പണിയാണോ ചൂടാകുമ്പോ ഉണ്ടോ? ഒരു 6000-5000 കഴിയുമ്പോൾ പട്ടക്ക ഏത് RPM കയറുമ്പോ ഇത് മീറ്റർ എന്തോ സ്മോക്ക് അടിച്ച് വെച്ചേക്കാണോ? ഇത് അടിച്ച് വെച്ചേക്കുന്നില്ല, ഇത് മറ്റേ സ്റ്റിക്കർ ഇട്ടിച്ചേക്കുന്നത്. സ്മോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ? പണ്ട് അടിച്ച് വെച്ച് സ്മോക്ക് ചെയ്തേക്കുന്ന സ്റ്റിക്കർ അത്. ഡിസ്പ്ലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ ഇവരോടെ ഫ്യൂൽ എൻജിന് നല്ല ഗുണമുണ്ട്. എന്റെ കാർബറേറ്റർ എപ്പോഴും എനിക്ക് പണി തരും. വാക്യൂം ബൂസ്റ്റും അങ്ങനെയൊക്കെ ഒരു. പിന്നെ വണ്ടി എന്തായാലും എഞ്ചിൻ സൈഡ് നീറ്റാണ്, വലിയ സീനൊന്നും ഇല്ല. എക്സ്പെൻസ് എങ്ങനെ ഉണ്ട് സർവീസിന്റെ? അത് ചോദിക്കാൻ പറ്റുമോ? NSന്റെ റിവ്യൂ. ഓയിൽ ഫിൽറ്ററിന് 80 രൂപ അടുപ്പിച്ചേ ഉള്ളൂ. ഓയിൽ ഏതാ ഒഴിക്കുന്നത്? ഫുള്ള് ഞാനും മോട്ടിവണിലാണ്. എൻ്റെ അകത്ത് റെഡ് മോട്ടിവണിലാണ്, റെഡ് കളറാണ്. ഇതിൻ്റെ അകത്ത് റെഡ് കളർ. ഒരാഴ്ച ആയതേ ഉള്ളൂ. അപ്പൊ അത്രയ്ക്കും വണ്ടി പക്ക മെയിൻറ്റെയിൻ ആണല്ലേ? നമുക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതിനെ ഇല്ലാതെ നോക്കത്തില്ല, കാരണം പറ്റത്തില്ലല്ലോ. ഇതുവരെ പെറ്റിയെല്ലാം കിട്ടിയിട്ടുണ്ടോ? പെറ്റി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 എണ്ണമൊക്കെ അടുപ്പിച്ച് കിട്ടുന്നുണ്ട്. എന്തിനു തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ടോ? തൂക്കിക്കൊണ്ടുപോകാനുള്ള അവസരം കൊടുത്തിട്ടില്ല. ആണോ? ഒന്നും കൊണ്ട് ഞാൻ ബ്രോ എടുത്ത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഗിയർ ഓണിലെ വീഡിയോ കണ്ട് ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചപ്പോഴേ ബ്രോ പറഞ്ഞ്, ഞാൻ ചോദിച്ചൊരു വീഡിയോ എടുക്കാൻ സെറ്റാണോ ചോദിച്ചപ്പോഴേ ബ്രോ പിന്നെന്താ ആ ഒരു ഓഡിയോ ചെയ്യണം പിന്നെന്താ ബ്രോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ സെറ്റാക്കി. നമുക്ക് എന്തായാലും ഇത് വണ്ടി ഒന്ന് ഓടിച്ചും കൂടെ അങ്ങനെയൊക്കെ നമുക്ക് സെറ്റാക്കി നോക്കാം. നമുക്ക് ചെറിയൊരു റൈഡിങ് വീഡിയോ സെറ്റാക്കി തരാം. വെയിറ്റ് ഇല്ലെന്നോ? നല്ല വെയിറ്റ് ഇല്ലേ ഇതിന്? വെയിറ്റ് ഉണ്ടോ നോക്കട്ടെ. എനിക്ക് ചെറുതായിട്ടൊരു ടാങ്കിൻ്റെ എണ്ണയുടെ അങ്ങനെ ബ്രോയുടെ എൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. ബ്രോയുടെ വണ്ടി ഒന്ന് നൈസ് കേട്ടോ. സൗണ്ട് വരുന്നുണ്ട്. നൈസ് സൗണ്ട് വരുന്നുണ്ട്. രക്ഷയില്ല വണ്ടി ഓഫ്. BS3യുടെ സ്വിച്ചുണ്ട്. BS3യുടെ ഹെഡ്ലൈറ്റ് അങ്ങനെ നോക്കാൻ പറ്റിയ നൈസ്. രക്ഷയില്ല വണ്ടി ഓട്ടിക്കാനൊക്കെ സ്മൂത്ത് വണ്ടി. എന്തായാലും നമ്മളെ വണ്ടിയായിട്ട് ബ്രോ ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. വാ ഓടിക്കോ. ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വണ്ടി വരുന്നത്. രക്ഷയില്ല വണ്ടി. നമുക്കില്ല ഈ റോഡിൽ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് പോകാം. അല്ല വണ്ടി ഇതൊരു പഴയൊരു കൊട്ടാരം, നമ്മളെ കൊല്ലം പാർക്കായിട്ട്. ജസ്റ്റ് നമുക്ക് ആർക്കും എടുക്കാം. വെയിറ്റ് ചെറുതായിട്ട് ഷോക്കാണെന്നൊരു ഡൗട്ട്. NSനുള്ള കോമൺ ആയിട്ടുള്ള ഇഷ്ടമെന്ന് മനസ്സിലായി, ബാക്ക് ബ്രേക്കിൻ്റെ. പക്ഷെ കൈ കൊടുക്കുമ്പോൾ പവർ ലോസ് ഇല്ല കേട്ടോ, ഭയങ്കര പവർ. ഇത് നമ്മൾ എടുത്തുകൊണ്ട് പിന്നെ NS പറയണ്ടല്ല, പണ്ടേ പറ്റിട്ടായിട്ടൊരു ഈ സാധനമാണ്. ഒരു രക്ഷയില്ല. കൊള്ളാം, കൊള്ളാം. നമ്മളങ്ങനെ റോഡിലെത്തിയേക്കുന്നു. ഇതുവഴി നമുക്ക് ആ നിന്നടുത്തോട്ട് കറങ്ങിപ്പോ. ഇവിടെ ആശ്രമം
അപ്പന്മാർ പണ്ടേ എനിക്ക് അപ്പന്മാരെ കണ്ട പേടിയാണ്. പക്ഷെ എപ്പോഴാണ് ഇങ്ങോട്ടെടുത്ത് വയ്ക്കുന്നത് ഇവർക്ക് ഒരു പിടുത്തമില്ല. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നുണ്ടോ? കിട്ടുമായിട്ടൊരു പണിഞ്ഞ വീഡിയോ റിവ്യൂ. അപ്പോൾ ഇത് കണക്കുള്ള നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇതിൽ നല്ല വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ഞാൻ ഈ പറഞ്ഞു തന്നു നിങ്ങൾക്ക് ഗോപ്രോ റെക്കോർഡായോ കേട്ടോ ഇല്ലയോ എന്ന് പിടുത്തമില്ല. എന്നാലും ഇതിൽ നല്ല വീഡിയോ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ. ശരിയെന്നാ വിട്ടോ, മെസ്സേജ് മതി എന്തെങ്കിലും ഉണ്ടായി. പിന്നെ ബ്രോ രണ്ടൊന്ന് പിക്ക് വാട്സപ്പ് ഇട്ടേക്കണേ, രണ്ടൊന്ന് പിക്ക് വണ്ടിയുടെ. ഗായ്സ് അങ്ങനെ ബ്രോ പോയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഇടിച്ചേനെ ഇടുന്നുണ്ട്. നിങ്ങൾക്കൊന്ന് തിരക്ക്. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോയിൽ മറ്റൊരു വീഡിയോ കാണാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും. പിന്നെ ആ ബ്രോയുടെ വണ്ടിയുടെ ഡീറ്റെയിൽ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ആ ബ്രോയുടെ ID താഴെ മെൻഷൻ ചെയ്തേക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി. അപ്പം ഗുഡ് ബൈ.